ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സേന ചരിത്രമെഴുതിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ പകരം വീട്ടി. ഇന്ത്യൻ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായിട്ടില്ലെന്നും ഭീകരരുടെ ട്രെയിനിംഗ് ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. कल रात हमारी भारतीय सेनाओं ने अपने अद्भुत शौर्य और पराक्रम का परिचय देते हुए एक नया इतिहास रच दिया है. हमने जो लक्ष्य तय किए थे उन्हें ठीक समय तय योजना के अनुसार सटीकता से उन्होंने ध्वस्त किया है और किसी भी नागरिक ठिकाने सिविलियन पॉपुलेशन को जरा भी प्रभावित न होने देने की संवेदनशीलता भी हमारी सेना ने दिखाई है. हमने केवल उन्हीं को मारा जिन्होंने हमारे मासूमों को मारा. प्रधानमंत्री श्री नरेंद्र मोदी के नेतृत्व में हमारी सेनाओं ने ऑपरेशन सिंदूर लॉन्च करके पहले की तरह ही इस बार भी आतंकियों को ट्रेनिंग देने वाले कैंप्स को तबाह करके करारा जवाब दिया है. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിനീത, മാസീവ് പ്രിസിഷൻ അറ്റാക്ക് എന്നാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിൽ ഉൾപ്പെടെ സേനയ്ക്ക് വലിയ അഭിനന്ദനമാണ് ലഭിക്കുന്നത്. എന്താണ് നിലവിൽ ഡൽഹിയിലെ നീക്കങ്ങൾ? അവിടെ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു എന്നറിയുന്നു. പാകിസ്ഥാനിൽ നിന്നും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായും പ്രജൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും രാജ്യതലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. കൂടിക്കാഴ്ചകൾ, നിർണായകമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെയായി ഇവിടെ നേതാക്കൾ തിരക്കിട്ട ചർച്ചകളിലും യോഗങ്ങളിലും ഒക്കെയാണ്. കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ളൊരു കടുത്ത ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉടനടി ഉണ്ടാകില്ല എങ്കിൽ പോലും അതിനുള്ളൊരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗങ്ങളിലൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട്. പ്രജൻ സൂചിപ്പിച്ചതുപോലെ രാവിലെയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം നടന്നിട്ടുണ്ടായിരുന്നത്. സുരക്ഷാ സമിതി യോഗമാണ് നടന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമായ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ സൈനിക മേധാവികളുമായി പ്രതിരോധ മന്ത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ നോർത്ത് ബ്ലോക്കിൽ സംയുക്ത സൈനിക മേധാവിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന് ഒരുപക്ഷെ തിരിച്ചടി നൽകാനുള്ള ഒരു സാധ്യത പാകിസ്ഥാൻ അത്തരത്തിലേക്ക് ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സജീവമാണ്. സംയുക്ത സേന ഇതിന് സജ്ജമാണെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ നേതാക്കളും മന്ത്രിമാരും അടക്കം പറഞ്ഞതും അത് തന്നെയാണ്. ഒരുപക്ഷെ ഇനി ഇതിനെ ഒരു തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ മുതിരുകയാണെങ്കിൽ ഇപ്പോൾ നടന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ അതൊരു തുടക്കം മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കണമെന്നുള്ളത് തന്നെയായിരുന്നു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെ അതിർത്തിയിലടക്കം വലിയ രീതിയിലേക്കുള്ള ഒരു പ്രത്യാക്രമണത്തിന് പാകിസ്ഥാൻ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലേക്ക് ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുന്നുമുണ്ട്. സ്ഥിതിഗതികളെല്ലാം വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. അതിനിടെ നാളെ 11 മണിയോടുകൂടി സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇതിനോടകം രാഷ്ട്രീയ നേതാക്കൾക്കിടയിലുള്ള അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ വൈരാഗ്യമെല്ലാം മറന്നു വെച്ചുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. സൈന്യത്തിന് കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷം ഇതിനോടകം തന്നെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രധാനമന്ത്രി ഏത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാലും ഒപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് കോൺഗ്രസ് പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. നാളത്തെ സർവകക്ഷി യോഗത്തിൽ എന്ത് നിലപാട് ഇനി സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് അമിത്ഷായുടെ നേതൃത്വത്തിൽ മറ്റൊരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. തന്ത്രപ്രധാന മേഖലകളിലേക്കടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്തും ഒപ്പം തന്നെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയുള്ള മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ ആ നിർദ്ദേശങ്ങൾ പോലീസിനും സൈന്യത്തിനും ഒക്കെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ എല്ലാ സന്നാഹങ്ങളും രാജ്യം ഒരുക്കിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയതിനു ശേഷം കൃത്യമായുള്ള യോഗങ്ങൾ, അതിന് പിന്നാലെയുള്ള തുടർ നീക്കങ്ങൾ. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഒരു സൈനിക നീക്കം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനി നൽകുന്നത് അതിലും വലിയൊരു പ്രത്യാഘാതം തന്നെയായിരിക്കുമെന്നാണ്
സൈനിക വൃത്തങ്ങളിൽ നിന്നടക്കം ലഭ്യമാകുന്ന വിവരം? പ്രജിൻ, വിനീത, നമുക്കറിയുന്നത് പോലെ പഹൽഗാം ഭീകരാക്രമണം നടന്നത് കഴിഞ്ഞ മാസം 22-നാണ്. ഇതിപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴാണ് ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ സൂക്ഷ്മമാണ് ഇന്ത്യയുടെ നീക്കങ്ങളെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. എല്ലാ അധികാരവും എല്ലാ സ്വാതന്ത്ര്യവും സൈനികൾക്ക് നൽകുന്നെന്ന് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത്. പക്ഷേ എപ്പോഴായിരിക്കും ഒരു തിരിച്ചടി ഉണ്ടാവുക എന്ന് കാത്തിരിക്കുകയായിരുന്നു രാജ്യം. അതിനാണ് ഈ 2 ആഴ്ച, ഈ ഭീകരാക്രമണം നടന്ന 2 ആഴ്ച കഴിയുമ്പോൾ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒരു ക്ലിനിക്കൽ അറ്റാക്ക് എന്ന് പറയാം. ഒരു പിഴവുമില്ലാതെ കൃത്യമായി ലക്ഷ്യസ്ഥാനം ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ മാത്രം ആക്രമിക്കുക, ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുക എന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ആസൂത്രണവും പ്ലാനിങ്ങും അതിന്റെ ഓപ്പറേഷനും എല്ലാം. ആ എക്സിക്യൂഷനിൽ പോലും ഇപ്പോൾ ആ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ സേനാ വിഭാഗങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിൽ ആശങ്കയുണ്ടെന്ന് തോന്നുന്നു. ആദ്യം പറഞ്ഞു തിരിച്ചടിക്കുമെന്ന്, പിന്നീട് പറയുന്നു അല്ല, പിൻവാങ്ങുകയാണ്. ഇന്ത്യ പിൻവാങ്ങിയാൽ ഇനിയൊരു ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ മറ്റു തിരിച്ചടിക്ക് പാകിസ്ഥാൻ മുതിരില്ല എന്ന് പറയുന്നു. വീണ്ടും തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ മറുചേരിയിൽ ഒരുപാട് ആശങ്കയും ആശയക്കുഴപ്പവും എല്ലാം തുടരുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് മറുഭാഗത്തും? ഒപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങൾ ഇരുചേരികളിലും വരുന്നുണ്ടോ എന്നതും ശ്രദ്ധേയമാണ്. US അടക്കമുള്ള, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ അർപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ചൈനയും തുർക്കിയും ഒക്കെ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യം അത് ലോകരാഷ്ട്രങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ നീക്കം അതിനി വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇനിയുള്ള ചർച്ചകൾ അത് നിർണായകമല്ലേ? തീർച്ചയായും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന്റെ 15-ാം നാൾ ഇന്ന് ഒരു ശക്തമായ തിരിച്ചടി സൈന്യം നൽകിയിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ സൈനിക നീക്കങ്ങളെല്ലാം അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഈ കാശ്മീരിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈന്യം തെരച്ചിൽ നടത്തുന്നു. ഒപ്പം ഭീകരരെ പിടികൂടുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള അറിയിപ്പുകൾ ഒരു വിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മറുപക്ഷത്ത് ഒരുപക്ഷെ ഇന്നലെ രാത്രി നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇന്ന് നമ്മൾ പുലരുമ്പോൾ രാജ്യം ഒന്നാകെ ഒരു മോക്ക് ഡ്രില്ലിന് തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മേഖലകളിലും ഇത്തരത്തിലേക്കുള്ള മോക്ക് ഡ്രില്ലിന് നിങ്ങൾ തയ്യാറെടുക്കണം, ഞങ്ങൾ ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ സാധാരണക്കാർ എങ്ങനെ അതിജീവിക്കും എന്നൊക്കെയുള്ളൊരു അറിവിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നാലെ നമ്മൾ കാണുന്നത് ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെയാണ്. ഇന്ന് പുലരുമ്പോൾ ഇന്ന് 4 മണിക്ക് ആ മോക്ക് ഡ്രില്ലിലേക്ക് കടക്കാം എന്ന് കരുതിയാണ് നമ്മൾ പലരും ഇന്നലെ രാത്രി ഉറങ്ങുന്നത്. പക്ഷേ രാത്രിയോടുകൂടി വരുന്നത് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു എന്നുള്ള ആ വാർത്ത തന്നെയാണ്. അതായത് ഓരോ നീക്കവും അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ്. ഒരു സാധാരണക്കാരനെ പോലും ആ ആക്രമണത്തിൽ ഉൾപ്പെടുത്താതെ വളരെ കൃത്യമായി ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണ് സൈന്യവും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രഹരം പാകിസ്ഥാനെ ഏൽപ്പിക്കാൻ രാജ്യത്തിന് സാധിച്ചു. ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണെന്നാണ് ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധുവിലൂടെ രാജ്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സിന്ധൂറിന് ശേഷം ഒരുപക്ഷെ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ കടുത്ത പ്രഹരം തന്നെയായിരിക്കും പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരിക. ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇന്ത്യ നിലപാട് ഐക്യരാഷ്ട്രസഭയിലടക്കം വ്യക്തമാക്കിയതാണ്. ഈ ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് പക്കലുണ്ട്. ഈ ലഷ്കർ ഇ തോയ്ബയുടെ പങ്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭീകര സംഘടനയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന സ്വാധീനം ആ സംസ്ഥാനത്ത്, ആ രാജ്യത്ത് അത് എത്രത്തോളം ഉണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ ഭീകരരെ അവരെ കൃത്യമായി അവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു രാജ്യം, ഇതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുന്നതടക്കം ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. തൊട്ടു പിന്നാലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു. ഇതിന് പിന്നാലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള മറ്റ് ലോകരാജ്യങ്ങളിലെ ഉന്നതരുമായൊക്കെ തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇന്ത്യക്ക് വലിയൊരു പിന്തുണ ഇതിനോടകം തന്നെയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ അടക്കം രാജ്യത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് നിലവിലുള്ളത്. പ്രജിൻ, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.